ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ ഇന്ന് മാർച്ച് മാസം 19-ാം തീയതി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ കൊണ്ടാടുന്ന ദിവസം. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവ് ബെൻസന് നല്ല മരണം നൽകി സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടുപോയതിൻ്റെ ഓർമ്മ മനസ്സ് നിറയെ വെച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുക. 4 വർഷം മുമ്പാണ് കിഡ്നി അവനുമായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു അവസരം കിട്ടിയത്. ഒരു കിഡ്നി കൊടുത്തു എന്നതിനേക്കാൾ ഉപരിയായി ഒരു വിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാനുള്ളൊരു കൃപ എനിക്ക് കിട്ടിയ വഴിയാണ് ബെൻസൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും കിഡ്നി സർജറിക്ക് ശേഷം അനാഫ്രയുടെ ഭാഗം വരുമ്പോൾ മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനും ഈശോയെ ശരിക്ക് കണ്ടുകൊണ്ട് ബലിയർപ്പിക്കാനുള്ള ഒരവസരം എനിക്ക് കിട്ടിയിരുന്നു. ഇന്നും ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ബെൻസന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഈ ദിവസങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് യശുപിതാവിൻ്റെ തിരുനാൾ കുർബാന കൊടുങ്ങയിൽ എൻ്റെ ഇടവകയിൽ നടക്കുമ്പോൾ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ സമയം അനാഫ്ര പ്രാർത്ഥന സമയത്ത് ഈശോയുടെ സാന്നിധ്യം ശരിക്കും അനുഭവിച്ചറിയാറുണ്ട്. പക്ഷേ ഇന്ന് ഈശോയുടെ കൂടെ ബെൻസനെയും ആൾത്താരയിൽ കാണാനായിട്ട് ഇടവന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി ബെൻസൻ ആത്മാവ് കർത്താവിൻ്റെ അടുത്ത് എത്തി സന്തോഷവാനായിട്ട് ഈശോയുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. മരിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. പക്ഷേ പ്രദർശനമൊക്കെ കഴിഞ്ഞ് ഊട്ടുനേർച്ച വിളമ്പുന്നിടത്തെത്തിയപ്പോഴേക്കും ബെൻസൻ മരിച്ചു എന്നുള്ള വാർത്ത വന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്കിടയ്ക്ക് എല്ലാവരോടും പറഞ്ഞു, ബെൻസനെ ഈശോയുടെ കൂടെ നിൽക്കുന്നതായിട്ട് കണ്ടു, അവൻ്റെ ആത്മാവ് പോയിട്ടുണ്ടാകും ഈശോയുടെ അടുത്തേക്ക്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബെൻസന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ഉറപ്പായി ബെൻസൻ ദൈവസന്നിധിയിലാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരോടും പ്രാർത്ഥനയ്ക്ക് നന്ദി പറയാനും തുടർന്നും ബെൻസൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കാനുമാണ് ഈ വീഡിയോ ഇടുന്നത്. ബെൻസന് ഞാനൊരു ഉപകാരം ചെയ്തുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരിയായി എനിക്ക് ബെൻസനാണ് ഉപകാരം ചെയ്തത്. കാരണം ബെൻസന് കിഡ്നി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു വിശുദ്ധ കുർബാനയിൽ ശരിക്കും ഈശോയെ കാണാനുള്ള കൃപ ചിലപ്പോൾ എനിക്ക് കിട്ടില്ലായിരുന്നു. എൻ്റെ ഓരോ ബലിയർപ്പണവും ഈശോ മുറിച്ചു കൊടുത്തതുപോലെ മുറിയപ്പെടുന്ന അനുഭവം ആക്കി മാറ്റിയത് ബെൻസനാണ്. അപ്പോൾ പ്രത്യേകമായി ഈ വീഡിയോയിൽ ബെൻസന് നന്ദി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. പൂർണ്ണമായും കർത്താവിൻ്റെ ഹിതത്തിന് നമ്മളെല്ലാവരും കീഴ്പ്പെട്ടിരിക്കണമല്ലോ. ഈശോയുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമല്ല. അതിനേക്കാളും ഒരു ഈശോയുടെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണം. താങ്ക് യു.